ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിലെ ജീവിതത്തിൽ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകപരമായ അറിവ് നമ്മുടെ തലമുറകൾക്ക് നൽകി കൊടുക്കുവാൻ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഏറ്റവും നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കാനും അവർ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്നത് കാണുന്നത് നമ്മളെല്ലാവർക്കും ഏറ്റവും അഭിമാനമാണ്. അതിൽ മാതാപിതാക്കൾ വളരെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവവചനം പഠിക്കുവാൻ അവർക്ക് എത്രത്തോളം പ്രോത്സാഹനവും ഉത്തേജനവും നാം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ വളർത്തുന്നതിൻ്റെ പ്രാധാന്യതയെ സൂചിപ്പിക്കുന്ന, അവരെ എത്രത്തോളം ദൈവത്തെ അറിഞ്ഞു വളർത്തണം എന്നുള്ളതിനെ കാണിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം നമ്മുടെ CM അംഗങ്ങൾ ഇവിടെ അഭിനയിച്ചു കാണിക്കുന്നു. ഇതിലെ ഏതെങ്കിലും കഥാപാത്രങ്ങളുമായോ സാഹചര്യങ്ങളുമായോ ആർക്കെങ്കിലും ആരോടെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും തികഞ്ഞ പ്രോത്സാഹനവും കയ്യടിയും നൽകി പ്രാർത്ഥനയോടെ അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓ, പപ്പയുടെ സ്റ്റോറിക്ക് എന്തോരം ലൈക്കാ. നീ ഏതെങ്കിലും തന്നേ? എക്സാം അല്ലേ, പോയിരുന്നു പഠിച്ചേ. ഒരു മാസം കഴിയുമ്പോൾ നിനക്ക് സ്കൂൾ എക്സാമാ. ഇതുവരെ നീ സെക്കൻഡ് റിവിഷൻ ചെയ്തിട്ടില്ല. നീ എന്ന് പഠിക്കാണ്ടിരിക്കുവാ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2 മാർക്കം കാണും കുറഞ്ഞിട്ട് വന്നാ. എന്റെ കർത്താവേ, ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മമ്മി, ഇന്ന് സൺഡേ സ്കൂളിൽ എക്സാമാ. ഓ, സൺഡേ സ്കൂൾ എക്സാം ആയിരുന്നോ? അത് കുഴപ്പമില്ല, അതെന്റെ മോൻ എല്ലാം പഠിച്ചിട്ടില്ലേ. നീ ആ സ്കൂളിൽ എടുത്ത് റിവിഷൻ ചെയ്യാൻ നോക്കൂ. സൺഡേ സ്കൂൾ എക്സാം ഒക്കെ പിന്നെ പഠിക്കു പോയിരുന്നു. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ വെച്ചു. മമ്മി, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചകള്, എടാ, ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാലേ ഗിഫ്റ്റ്. ഇപ്പം നിന്റെ അനിയൻ ജനിച്ച സമയത്ത് വീട്ടിൽ വന്നവരെല്ലാം കുറെ ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ടല്ലേ വന്നേ? അതിനാണ് കാഴ്ചകൾ എന്ന് പറയുന്നത്. പഠിച്ചു? അയ്യേ, അതുപോലെ അറിയില്ലേ. നീ എല്ലാം പഠിച്ചിട്ടാണ് വന്നേക്കുന്നേ? ഇങ്ങോട്ട് മാറിയെന്നേ, നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. എടാ, യേശുവിനെ യെരുശലേം ദേവാലയത്തിൽ കാണാതായപ്പം യേശുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? അത് ഞാൻ പഠിച്ചായിരുന്നു, മറന്നുപോയി. ബെസ്റ്റ്. കണ്ടോ, അതുപോലെ നീ പഠിച്ചിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കേ. നയമാൻ എത്ര വർഷം യോർദാനദി മുങ്ങി? നയമാനോ? എടാടാ, നീയേ കുഞ്ഞു വായിൽ വലിയ വർത്താനൊന്നും പറയണ്ട. നീ പോയി നിന്റെ പഠിക്കാൻ നോക്ക്. നീ ഇരുന്ന് പഠിക്കേ. യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? ആരാ മമ്മി? യേശുവിനെ സ്നാനപ്പെടുത്തിയത് പത്രോസാന്നാ തോന്നുന്നേ. പത്രോസ്. യേശു ജനിച്ചത് എവിടെയാ പപ്പ? അതാ സിറിയയിലും കണ്ടാന്ന് തോന്നണേ. ഞാനേ ഗൂഗിൾ ചെയ്ത് നോക്കാം. അയ്യോ, സൺഡേ സ്കൂൾ വണ്ടി വരാറായി. നീ പ്രാർത്ഥിച്ചിട്ട് വേർന്നു ബൈബിൾ വായിച്ച് പോവാൻ നോക്കി. യഹോവേ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട്. അയ്യോ അയ്യോ, ബാക്കി വായിക്കി. ഇതിന്റെ ചാർജ് തീർന്നു. ബാക്കി അറിയില്ലേ? ബാക്കി പപ്പ പറ. അത് മതി മതി. ഇനി പ്രാർത്ഥിച്ചേ. നീ അത് കൊടുത്തേ കേട്ടോ. നമുക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് പോവാം, സമയമായി. എടിയേ, നമ്മുടെ മോൻ വരാറായില്ലേ? പോയിട്ട് കുറെ നേരം ആയല്ലോ, കാണാനില്ലല്ലോ. വരാറായെന്നാ തോന്നുന്നു. ഇപ്പം വരും. വന്നോ? വാ മോനെ. ഞാൻ എല്ലാം എഴുതി, ഒന്നുപോലും വിട്ടിട്ടില്ല. എല്ലാം പഠിച്ചെഴുതി. എന്തൊക്കെയാ നിന്നോട് ചോദിച്ചത്? അത് പിന്നെ യേശു സ്നാനപ്പെട്ടത് ചോദിച്ചു, യേശുവിന്റെ ജനനം ചോദിച്ചു, യേശുവിന്റെ അത്ഭുത പ്രവർത്തികൾ ചോദിച്ചു, പിന്നെന്തായിരുന്നു? ഇതെല്ലാം നീ പഠിച്ചായിരുന്നല്ലോ. എല്ലാം പഠിച്ചത്. ഫസ്റ്റ് കിട്ടുവോ? ഞാൻ എല്ലാം എഴുതി മമ്മി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വേറെ ആരെങ്കിലും കൊണ്ടുപോവോ? ഇല്ല, എല്ലാം ഞാൻ എഴുതി മമ്മി. അത് മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനി പോയിരുന്ന സ്കൂളിലൊക്കെ പഠിക്കാൻ നോക്കൂ. ചെല്ല്. അച്ചായോ. ഹലോ ബ്രദറെ, ഇരിക്കുന്നല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പ്രേയറിനൊന്നും വരാറില്ലേ? എന്ത് പറയാനാന്നേ, പ്രേയറൊക്കെ ഭയങ്കര ബോറാ. പാസ്റ്ററിന്റെ പ്രസംഗത്തിനാണെങ്കിൽ ഇപ്പൊ പോയിന്റ് ഒന്നുമില്ല. ഒരു ആരാധനയാണെങ്കിൽ 2-3 മണിക്കൂറാ. ഇരുന്നിരുന്ന് മനുഷ്യന്റെ ഇടപാട് തീരും. പിന്നെ സീറ്റ് ആൻഡ് ഷോട്ട്, അതാണ് എല്ലാവർക്കും ഇപ്പൊ വേണ്ടത്. അല്ല പിന്നെ, നല്ല നല്ല പോയിന്റ് ഉള്ള എത്ര മെസ്സേജ് ടിവിയിൽ ഇന്റർനെറ്റിലും ഒക്കെ ഉള്ളത് അല്ലേ? അതാകുമ്പോ നമുക്ക് സമയവും ലാഭം, പിന്നെ ടൈം ഈസ് മണി. അങ്ങനാണല്ലോ. സൺഡേ സ്കൂൾ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നല്ലോ. അവനാണല്ലോ ഫസ്റ്റ്. നിങ്ങളുടെ മോൻ റോയ് മോനൊന്നും എഴുതിയില്ലേ? അവൻ എഴുതിയായിരുന്നു. ചിലപ്പോ അവന് സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് അങ്കിത്തിനാണല്ലോ. എന്താ മമ്മി? നീയല്ലേ പറഞ്ഞ നീ എല്ലാം എഴുതി? ഞാൻ എല്ലാം എഴുതി, ഒന്നുപോലും വിട്ടില്ല. കണ്ടോ? ശരിക്കും നീ എല്ലാം എഴുതി? ഞാൻ എല്ലാം എഴുതി. എങ്കിൽ ഞങ്ങൾ ആ ടീച്ചറിനെ കണ്ടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ. വാ ഇങ്ങോട്ട്. ഞാൻ ഇറങ്ങുവാ. ടീച്ചറെ, ഇതാര്, റോയ്മോനും മമ്മിയോ? എന്റെ റോയ്മോൻ
പറഞ്ഞത് ഇവനെല്ലാം പഠിച്ച് പരീക്ഷ എഴുതിയതാ. മാർക്ക് എന്താ പിന്നെ ഇങ്ങനെ? എക്സാം എഴുതിയതനുസരിച്ചല്ല മാർക്ക് കൊടുക്കാൻ പറ്റൂ. അവനോട് ചോദിച്ചു നോക്കാം അവൻ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന്. ഞാൻ അവനോട് ചോദിച്ചിട്ട് തന്നെ വന്നേ. എന്റെ ചെറുക്കൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അവൻ മിടുക്കനാണ്. പക്ഷെ ഇതൊന്നും ആ എക്സാം പേപ്പറിനകത്ത് കാണാനില്ല. ഞാൻ എല്ലാം എഴുതി. ആ എല്ലാരും ഉണ്ടല്ലോ, എന്താ ഒരു തർക്കം? എന്റെ പാസ്റ്ററേ, എന്റെ ചെറുക്കനാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയതാ. റിസൾട്ട് വന്നപ്പോ അവന് ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. അതെന്താ ഇപ്പൊ അങ്ങനെ? എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാകാം. ആ ടീച്ചറിന്റെ കയ്യിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഉണ്ടല്ലോ. ആ എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ഒരു റീടെസ്റ്റ് ഇടാം. അങ്ങോട്ട് നിക്കടാ. മോൻ ഇങ്ങോട്ടൊന്ന് നിന്നേ. ആദ്യത്തെ ചോദ്യം, എരിഹോ മതിൽ തകർത്തത് ആര്? ഞാനല്ല, ജോവാശും ജെയ്ഡനും എപ്പോഴും അതിന്റെ മണ്ടക്ക്. അവരോട് പോയി ചോദിക്കും. എന്റെ ചെറുക്കൻ അങ്ങനെ ഒന്നും നശിപ്പിക്കത്തൊന്നുമില്ല. ഇനി അഥവാ അവൻ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കേട് ഞാനങ്ങ് തീർക്കാം എന്നും പറഞ്ഞ് എന്റെ കൊച്ചിന്റെ മാർക്ക് കുറയ്ക്കണോ? ഇത് ബൈബിളിലെ ഒരു ചോദ്യമായിരുന്നു. ആ, എന്തായാലും എഴുതിയില്ലെന്ന് മനസ്സിലായല്ലോ. എനിക്ക് അടുത്ത ചോദ്യം. ആ എന്നാ അടുത്ത ചോദ്യം ചോദിക്കാം. ആദ്യത്തെ കൽപ്പന എന്ത്? ആരാർക്ക് കൊടുത്തു? അത് അനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? അവ ആദമിനോട് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആദം കഴിച്ചു. അതേ പറ്റിയേ. പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴി. അത് തെറ്റാണ്. അടുത്ത ചോദ്യം ചോദിക്കാം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയ. ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ശരിയായോണ്ട് അവന് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പോട്ടെ. അടുത്ത ചോദ്യം, വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകളാണ് അർപ്പിച്ചത്? സോപ്പും പൗഡറും പാമ്പേഴ്സും. എന്തുവാടാ എഴുതിയത്? മമ്മിയല്ലേ പറഞ്ഞ അനിയന് ഗിഫ്റ്റ് കൊടുത്തതാണ്. അടുത്ത ചോദിച്ചു. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പാപം ചെയ്യണം. എൻ്റെ റോയ്മോനെ, നീ എന്താണ് ഈ എഴുതി വെച്ചേക്കുന്നത്? ബാക്കി അടുത്ത ചോദ്യം ഫുള്ള് വായിക്കട്ടെ? ചോദിക്കു. ആ, യേശുവിൻ്റെ എന്തെങ്കിലും ഒരു ഉപമയോ അത്ഭുത പ്രവർത്തികളോ വിവരിച്ച് എഴുതുക. അതൊരു വലിയ ഉത്തരവാണ്. ഞാൻ പേപ്പർ നിറയെ എഴുതിയിട്ടുണ്ട്. ടീച്ചറുടെ കയ്യിൽ ആ ഉത്തര പേപ്പർ ഉണ്ടോ? അയ്യോ, ഉത്തരപേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാമെന്ന്. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. Correct. വഴിയിൽ വെച്ച് അവനെ കൊള്ളക്കാർ ആക്രമിച്ചു. Correct. അവർ അവനെ ഒരുപാട് മർദ്ദിച്ചു. ഡിഷ്യൂം മൃതപ്രായനാക്കി കഷണമാക്കി അവനെ അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ച 12 കുട്ട നിറച്ചെടുത്തു. ഒരു കുട്ട ഇസ്കരിയോത്ത യൂദ കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. ഇതാണ് നിങ്ങളുടെ റോയ്മോൻ എഴുതിയ ഉപമയും അത്ഭുത പ്രവർത്തികളും. എന്തായാലും നല്ല ഉത്തരങ്ങൾ തന്നെ. ഇനിയും ബാക്കിയും കൂടെ വായിക്കട്ടെ? വേണ്ട മാസ്റ്ററെ, മതിയായി. ഇവൻ എന്നോട് എല്ലാം എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മറക്കാതെ ഇരിക്കുക. ലോകത്തിൻ്റെ വിജ്ഞാനം പഠിപ്പിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരംശമെങ്കിലും ബൈബിൾ പഠനത്തിന് മാതാപിതാക്കൾ പരിശ്രമിച്ചാൽ പുതിയ തലമുറ ദൈവകൃപയിൽ ആശ്രയിച്ചു വളരും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരും ഓർക്കുക. തുടർന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിക്കാൻ അധികം പ്രോത്സാഹിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെറിയ സ്കിറ്റ് ഞങ്ങളിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി.